ദുരന്തം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പുതിയ വിഷയമാണ്. കേരളത്തിൽ ഒരു ജില്ലയിലും ഇല്ലാത്തത്ര തോട്ടം ഉടമകളുള്ള ഒരു ജില്ലയാണ് വയനാട്. അതും അനധികൃത തോട്ടങ്ങളാണ്. ഇവർക്കാർക്കും തന്നെ കൈവശാവകാശം ഇല്ല യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ഭൂരേഖകൾ മുഴുവൻ പരിശോധിക്കേണ്ടതുണ്ട്. വയനാട്ടുകാർ ഗൗരവപൂർവമായി സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടത് ഞങ്ങളുടെ ഭൂമി ആര് കൈയടക്കി എന്നതാണ്. ഒരു തഹസീൽദാർ വിചാരിച്ചാൽ പോലും വലിയ തോതിൽ രേഖകൾ അട്ടിമറിക്കാൻ കഴിയുന്ന രണ്ട് ജില്ലകളാണ്, ഒന്ന് പാലക്കാടും മറ്റൊന്ന് വയനാടും. വയനാട്ടിലെ പൊളിറ്റിക്കൽ നേതൃത്വങ്ങൾ ഒരു പക്ഷത്താണ്. എല്ലാവരും തോട്ട ഉടമകളുടെയോ അനധികൃത കയ്യേറ്റക്കാരുടെയോ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ റവന്യൂ വകുപ്പിൽ നടക്കുന്ന അഴിമതികൾ പുറത്തു വരാറില്ല. ശരിക്കും പറഞ്ഞാൽ വി.ഡി. സതീശനാണ് ഹാരിസൺ മലയാളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സബ്മിഷൻ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതേ വി.ഡി. സതീശനാണ് ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കഴിയുമ്പം തോട്ടം ഉടമകൾക്ക് വേണ്ടി ഹാരിസന് വേണ്ടി വാദിക്കുന്നത്. സർക്കാർ ഭൂമി സർക്കാർ എന്തിന് വില കൊടുത്ത് വാങ്ങണം? ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ വയനാട്ടിൽ ആദിവാസികളെ കുടിയിറക്കി അവരുടെ പിറന്ന മണ്ണാണ് ഈ കമ്പനികളെല്ലാം ഏറ്റെടുത്തത്. ബോച്ചയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. അത് രാജഗിരി എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് കമ്പനിയുടെ ഭൂമിയാണ്. ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് അതിൽ ഭൂവുടമസ്ഥത സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. തോട്ടം തൊഴിലാളികൾക്ക് ചെറിയ കൂലി വർധനവിന് അപ്പുറത്തേക്ക് തോട്ടം തൊഴിലാളികളുടെ ജീവിതാവസ്ഥ മാറ്റി തീർക്കുന്ന ഒരു ആധുനിക തൊഴിലാളിയാക്കി അതിനെ മാറ്റി എടുക്കുന്നതിനോ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അത് തോട്ടം ഉടമകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാം. ഒരുപക്ഷെ നമുക്ക് കേരളത്തിൽ മൂടി വച്ചിരുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പ്രധാന പ്രശ്നം, കേരളം ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന പ്രശ്നമാണ് വയനാട് ദുരന്തത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഖ്യധാരാ സമൂഹമോ രാഷ്ട്രീയക്കാരോ അതല്ല ഉദ്യോഗസ്ഥരോ എല്ലാം തന്നെ സമൂഹത്തിൽ നിന്നും മറച്ചുവെച്ച പ്രശ്നം സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരവസ്ഥ ഈ ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം 1947 കേരളത്തിൻ്റെ ലഭിക്കേണ്ട ഭൂമി 1970കളിൽ ഭൂപരിഷ്കരണം നടപ്പാക്കിയപ്പോൾ കേരളത്തിന് ലഭിക്കേണ്ട ഭൂമി, അത് കഴിഞ്ഞ് ഏതാണ്ട് 2005 കാലത്ത് ചെറുവള്ളി എസ്റ്റേറ്റ് വിവാദമാകുമെന്ന കാലത്ത് നിയമനിർമ്മാണത്തിലൂടെ ഏറ്റെടുക്കാമായിരുന്ന ഭൂമി, ഇതൊന്നും കേരളത്തിൻ്റെ സർക്കാർ നിർവഹിച്ചിരുന്നില്ല എന്നത് കേരളം ശരിക്കും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ കേരളം ചർച്ച ചെയ്യുന്നത് തോട്ട ഉടമകളുമായി ചർച്ച നടത്തിയില്ലോ, എന്തിനാണ് കേസ് നൽകിയത്, കേസ് നൽകിയത് കൊണ്ട് പുനരധിവാസം നീണ്ടുപോകുന്നു എന്നതാണ് കേരളത്തിൽ രണ്ട് കൂട്ടരും, ഇടതുപക്ഷവും വലതുപക്ഷവും ചർച്ച നടത്തുന്നതെന്നാണ് അതിൻ്റെ ദൗർഭാഗ്യകരമായൊരവസ്ഥ. ഇതിൻ്റെ കാരണം വയനാട്ടിൽ വേറെ ഭൂമിയില്ല, അത് സർക്കാർ ഔദ്യോഗികമായി അംഗീകരിക്കുന്നു. തോട്ടം ഏറ്റെടുത്തെങ്കിൽ മാത്രമേ പുനരധിവാസം നടക്കുകയുള്ളൂ. പുനരധിവാസമാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടപ്പാക്കുകയും വേണം. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ജയതിലകിൻ്റെ കാലത്ത് 2019 എല്ലാ കളക്ടർമാർക്കും വിദേശ തോട്ടം ഭൂമി ഏതാണ്ട് 1947 മുമ്പ് വിദേശ കമ്പനികളും ബ്രിട്ടീഷ് കമ്പനികളും വ്യക്തികളും കൈവശം വച്ചിരുന്ന ഭൂമി ഏറ്റെടുക്കുന്നതിനായി അതിൻ്റെ ഉടമസ്ഥത സ്ഥാപിക്കുന്നതിനായി സിവിൽ കോടതിയിൽ കേസ് നൽകാൻ പറഞ്ഞു. പക്ഷേ വയനാട്ടിൽ ഒരൊറ്റ കേസും നൽകിയില്ല എന്നതാണ് വയനാട് ജില്ലാ ഭരണകൂടം ചെയ്ത ചതി എന്ന് നമുക്ക് പറയാം. കാരണം വയനാട്ടിലെ കളക്ടറും റവന്യൂ ഉദ്യോഗസ്ഥരും ഒരൊറ്റ കേസും ഇതുവരെ നൽകിയിരുന്നില്ല. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഏറെക്കുറെ കേസുകൾ അവസാന ഘട്ടത്തിലാണ്. ഏറെക്കുറെ എല്ലാ കേസും ഇപ്പോൾ തോട്ടങ്ങൾക്കുമെതിരായി, വിദേശ തോട്ടങ്ങൾക്കുമെതിരായി കേസ് സിവിൽ കോടതിയിൽ നിലവിലുണ്ട്. വയനാട്ടിൽ കേസ് നൽകാതിരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ തോട്ട ഉടമകൾക്ക് ഹൈക്കോടതിയിൽ പോകാൻ കഴിഞ്ഞത്. സർക്കാർ സംവിധാനത്തിൻ്റെ അനാസ്ഥ, അത് LDF UDF നമുക്ക് ഭേദമില്ലാതെ പറയാം. LDFൻ്റെ കാലത്തും UDFൻ്റെ കാലത്തും ഈ തോട്ടങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം വയനാട് ഈ പ്രതിസന്ധി നേരിടുന്നത്. നിങ്ങൾ ഉദാഹരണത്തിന് എൽസ്റ്റൺ എസ്റ്റേറ്റും പിന്നെ നെടുമ്പാല എസ്റ്റേറ്റുമാണ് നമ്മളിപ്പോൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ച രണ്ട് എസ്റ്റേറ്റുകൾ. യഥാർത്ഥത്തിൽ ഇത് രണ്ടും ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റുകളാണ്.
അതാണ് നമ്മൾ വളരെ വിചിത്രം. ഹാരിസന്റെ ഒറ്റ കേസിൽ വരുന്ന എസ്റ്റേറ്റുകളാണ്. ഹാരിസൺ തന്നെ എസ്റ്റേറ്റ് ആയിരുന്നത് ചെമ്പ്ര എസ്റ്റേറ്റായി മാറുന്നു. ചെമ്പ്ര പിന്നീട് ഏതാണ്ട് 4500 ഏക്കർ ഉണ്ടായിരുന്നു ചരിത്രം നോക്കുമ്പോൾ. അത് ആയിട്ട് വിഭജിക്കപ്പെട്ടതിൽ ഏതാണ്ട് ഇപ്പം ഈ എൽസ്റ്റൺ എന്ന് പറയുന്ന ഇപ്പം അവശേഷിക്കുന്നത് ഏതാണ്ട് 2000-ൽ താഴെ എസ്റ്റേറ്റുകളാണ്. മറ്റ് ഇതെല്ലാം ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് നമ്മൾ എസ്റ്റേറ്റ് ഉടമകൾ തന്നെ മുറിച്ച് വിറ്റ് കഴിഞ്ഞു. ഹാരിസന്റെ ഡോക്യുമെന്റിൽ 7ാമത് വരുന്നതാണ് ചെമ്പ്ര എസ്റ്റേറ്റ്. എന്ന് വെച്ചാൽ ഹാരിസൺ എസ്റ്റേറ്റ് തന്നെയാണ് എന്ന് പറയാം. ഇതെല്ലാം സ്കോട്ടിഷ് കമ്പനികളാണ്, സ്കോട്ട്ലൻഡിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച കമ്പനികളാണ്. ആ കമ്പനികളുടെ എസ്റ്റേറ്റുകൾ തന്നെയാണ് ഇത്. ഇവരെ കയ്യിലെല്ലാം എന്തേ ഉള്ളൂ? പട്ട മാത്രമേ ഉള്ളൂ. സിവിൽ കോടതിയിൽ ഇവർക്ക് വാദിച്ച് ജയിക്കാൻ പറ്റില്ല. ഉടമസ്ഥതയുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. അങ്ങനെ ഉടമസ്ഥതയുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയാത്തിടത്തോളം ഇവർക്ക് നമ്മൾ പണം കൊടുക്കേണ്ടതുമില്ല. പക്ഷേ കേരളീയ സമൂഹം ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല. അപ്പം പ്രതിപക്ഷ നേതാവ് വന്നിട്ട് പറയുന്നത് തോട്ടം ഉടമകളുമായിട്ടാണ്. നമ്മൾ പറയുന്നത് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി എന്നാണ്. ശരിക്കും പറഞ്ഞാൽ വി.ഡി. സതീശനാണ് ഹാരിസൺ മലയാളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സബ്മിഷൻ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അതേ വി.ഡി. സതീശനാണ് ഏതാണ്ട് ഒരു പതിറ്റാണ്ട് കഴിയുമ്പം, ശരിക്കും ഒരു പതിറ്റാണ്ട് കഴിഞ്ഞപ്പം വി.ഡി. സതീശൻ വന്നിട്ട് തോട്ടം ഉടമകൾക്ക് വേണ്ടി ഹാരിസന് വേണ്ടി വാദിക്കുന്നത്. കാരണം ഇവരുമായിട്ട് ചർച്ച ചെയ്താൽ അവർ പൈസ കൊടുക്കാൻ പറയും, സംസ്ഥാന സർക്കാർ പൈസ കൊടുക്കേണ്ടി വരും. അവർക്ക് കൈവശമില്ലാത്ത, അവർക്ക് ഉടമസ്ഥതയില്ലാത്ത, നിയമവിരുദ്ധമായി ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ച് അവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് നമ്മൾ പൈസ കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എഴുതിയ ഒരു വാക്യം വളരെ, സർക്കാർ ഭൂമി സർക്കാർ എന്തിന് വില കൊടുത്ത് വാങ്ങണം? ഇതാണ് ടിങ്കിൾ ബിസ്വാൾ ചെറുവള്ളി കേസിൽ എഴുതി വെച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെറുവള്ളി കേസിൽ എന്ത് ചെയ്യാം എന്നാണ് അന്വേഷിച്ചത്. പൈസ യോഹന്നാന് കൊടുക്കാവോ എന്ന അർത്ഥത്തിലൊരു ഫയൽ പോലും റെഡിയാക്കാനാണ് ചില റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തതെന്നാണ് അനൗദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. പക്ഷേ ടിങ്കു ബിസ്വാൾ എഴുതി വെച്ചത് സർക്കാർ ഭൂമി സർക്കാർ എന്തിന് വില കൊടുത്ത് വാങ്ങണം. ഇത് തന്നെയാണ് നമുക്കിവിടെയും പറയാനുള്ളത്. കാരണം ഇപ്പോൾ ദുരന്ത നിവാരണം നടത്താൻ, പുനരധിവാസം നടത്താൻ, ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് പുനരധിവസിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഭൂമി എന്തിന് സർക്കാർ വില കൊടുത്ത് ഏറ്റെടുക്കണം? പൊതുസമൂഹം അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ തോട്ട ഉടമകൾ അനധികൃതമായി നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്ന ഭൂമി നിയമനിർമ്മാണത്തിലൂടെ ഏറ്റെടുക്കാൻ കേരളത്തിൻ്റെ പൊതുസമൂഹം ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്. നിയമനിർമ്മാണമാണ് നമുക്ക് നടത്തേണ്ടത്. അത് ഇപ്പം ചൂരൽമലയിലായാലും നാളെ എവിടെ വന്നാലും നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഏതാണ്ട് 3.5 ലക്ഷം ഏക്കർ ഭൂമിയാണ്. മാത്രമല്ല ഇപ്പോഴും കണ്ടെത്താൻ ഇനിയും ഭൂമിയുണ്ട്. നമുക്ക് അതും കൂടി കാണണം. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ അടുത്ത കാലത്ത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി പാലക്കാട് കളക്ടർക്ക് കത്തെഴുതി അവിടെ എത്ര വിദേശ തോട്ടം ഉണ്ടായിരുന്നു കണക്കെടുക്കാൻ. അപ്പോൾ നെല്ലിയാമ്പതിയിലെ കരുണ മാത്രമാണ് നേരത്തെ ലിസ്റ്റിലുണ്ടായിരുന്നത്. നെല്ലിയാമ്പതിയിൽ ഏതാണ്ട് 27 തോട്ടമുണ്ട്. പാലക്കാട് ജില്ലയിൽ പല ഭാഗത്തും തോട്ടമുണ്ട്. വയനാട്ടിൻ്റെ കണക്ക് ഭാഗികമാണ്, പല തോട്ടങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. വയനാട് നേരിടുന്നത് വയനാട്ടിലെ കളക്ടറേറ്റിലിരിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥർ തോട്ട ഉടമകളുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്നു എന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. വയനാട്ടിൽ വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഭൂരഹിതരായ ആദിവാസികൾ ഏറെയുള്ളത് വയനാട്ടിലാണ്. ഭൂമി ഉണ്ടായിരുന്ന ആദിവാസികൾ ഏറെ ഉണ്ടായിരുന്നതും വയനാട്ടിലാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ വയനാട്ടിൽ ആദിവാസികളെ കുടിയിറക്കി അവരുടെ ഭൂമി, അവരുടെ ആജന്മ ഭൂമിയാണ്, അല്ലെങ്കിൽ അവരുടെ പിറന്ന മണ്ണാണ് ഈ കമ്പനികളെല്ലാം ഏറ്റെടുത്തത്. ശരിക്കും ആദിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. അപ്പം സ്വാഭാവികമായും ഈ തോട്ട ഉടമകൾ കൈവശം വെച്ചിരിക്കുന്ന, അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി പിടിച്ചെടുത്ത് ഈ ആദിവാസികൾക്കും ഭൂരഹിതർക്കും വിതരണം ചെയ്തെങ്കിൽ മാത്രമേ വയനാടിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അത് ഈ ദുരന്തം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പുതിയ വിഷയമാണ്. കേരളത്തിൽ ഒരു ജില്ലയിലും ഇല്ലാത്തത്ര തോട്ടം ഉടമകളുള്ള ഒരു ജില്ലയാണ് വയനാട്. അതും അനധികൃത തോട്ടങ്ങളാണ്. ഇവർക്കാർക്കും തന്നെ കൈവശാവകാശം ഇല്ല യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ഭൂരേഖകൾ മുഴുവൻ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പം വയനാട് അട്ടപ്പാടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ റവന്യൂ വകുപ്പ് മുഴുവൻ അഴിമതി നിറഞ്ഞ ഒരു വകുപ്പായിട്ടാണ് ഇരിക്കുന്നത്. പൊതുസമൂഹം അറിയുന്നില്ല അവിടെ എന്ത് നടക്കുന്നു എന്ന്, പൊതുസമൂഹം അറിയാറില്ല. ഒരു തഹസീൽദാർ വിചാരിച്ചാൽ പോലും വലിയ തോതിൽ രേഖകൾ അട്ടിമറിക്കാൻ കഴിയുന്ന 2 ജില്ലകളാണ്, ഒന്ന് പാലക്കാടും മറ്റൊന്ന് വയനാടും. ഇപ്പോൾ ഇടുക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇടുക്കിയിലൊരു 15 ഏക്കറാണ് ചൊക്രമുടി, ഇല്ലേ?
15 ഏക്കറേ ഉള്ളായിരുന്നു ചൊക്രമുടി സംഭവം. പക്ഷെ കേരളം മുഴുവൻ അറിഞ്ഞു, എല്ലാം റദ്ദ് ചെയ്യപ്പെട്ടു. പ്രത്യേക റവന്യൂ സംഘത്തെ കളക്ടർ അവിടെ നിയോഗിച്ചു. അത് വിദഗ്ധരായിരുന്നു. മുഴുവൻ പട്ടയങ്ങളും വ്യാജമാണെന്ന് കണ്ടെത്തി, അല്ലെങ്കിൽ പഴയ പട്ടയങ്ങളുടെ നമ്പറിൽ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെന്നും അതുകൊണ്ട് അത് റദ്ദ് ചെയ്യണമെന്നും നിയമവിരുദ്ധമായിട്ടാണ് സൃഷ്ടിച്ചതെന്നും എല്ലാം പറഞ്ഞു. വയനാട്ടിലും പാലക്കാടും നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത്തരം വിവാദങ്ങളൊന്നും ഉണ്ടാകാറില്ല. എന്താ കാരണം? ഈ വയനാട്ടിലെ പൊളിറ്റിക്കൽ നേതൃത്വങ്ങൾ ഒരു പക്ഷത്താണ്. എല്ലാവരും തോട്ട ഉടമകളുടെയോ അനധികൃത കയ്യേറ്റക്കാരുടെയോ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ റവന്യൂ വകുപ്പിൽ നടക്കുന്ന അഴിമതികൾ പുറത്തു വരാറില്ല. വയനാട്ടുകാർ ഗൗരവപൂർവമായി സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടത് ഞങ്ങളുടെ ഭൂമി ആര് കൈയടക്കി എന്നതാണ്. ഞാൻ ഇപ്പം വയനാട്ടിലെ ജനത ഇതുവരെ ചർച്ച ചെയ്യാത്തത്, അവിടെ ഒരുപാട് വയനാട് ജനതയിൽ ഒരു വലിയ വിഭാഗം കുടിയേറ്റക്കാരാണ്. പക്ഷെ കുടിയേറ്റക്കാർ പോലും ഇന്ന് ആ മണ്ണിൻ്റെ മക്കളായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അത് ഗൗരവപൂർവ്വം ചർച്ച ചെയ്യണം എന്നതാണ്. നമ്മളിപ്പം ഏറ്റവും പുതിയത് ബോച്ചയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. അത് രാജഗിരി എന്ന് പറയുന്ന ഒരു സ്കോട്ടിഷ് കമ്പനിയുടെ ഭൂമിയാണ്. 1920 രൂപം കൊണ്ട ഒരു ഭൂമി കമ്പനിയുടെ, സ്കോട്ടിഷ് കമ്പനിയുടെ ഭൂമിയാണ് ഇദ്ദേഹത്തിൻ്റെ കൈവശം എത്തിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഇദ്ദേഹത്തിന് അതിൽ ഭൂവുടമസ്ഥത സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. ചെറുവള്ളി പോലെ തന്നെയാണ്. പക്ഷേ റവന്യൂ വകുപ്പ് കാര്യമായ അതിൽ ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. ഇപ്പം 2 വയോധികരാണ് ഹൈക്കോടതിയിലെത്തിയത്. അവരുടെ പേര് ഞാൻ മാണി, MC മാണി എന്ന് പറയുന്ന ഒരാളും മറ്റ് ഒരാളും മേപ്പാടിയിലുള്ള 2 പേര് കോടതിയിലെത്തി. അവർ ആവശ്യപ്പെട്ടത് ഇപ്പം ന്യൂ ഇയറിന് 20,000-ഓളം ആളുകളും 5,000-ഓളം വാഹനവും വരുന്നു. അത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്, പരിസ്ഥിതി ലോല മേഖലയിൽ ഇത് അനുവദിക്കരുത് എന്ന് പറഞ്ഞാണ് കോടതിയിലെത്തിയത്. കോടതി സ്റ്റേ ചെയ്തതായിട്ടാണ്, 20-ാം തീയതി സ്റ്റേ ചെയ്തതായിട്ടൊരു ഓൺലൈനിൽ വാർത്ത വന്നിട്ടുണ്ട്. ഞാൻ ആ ഉത്തരവ് കണ്ടില്ല. ഞാൻ പറഞ്ഞത് വയനാട്ടിൽ നിന്ന് ഇത്തരം ചില മൂവ്മെൻറ്റുകൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നതും കൂടി ആശ്വാസകരമാണ്. കാരണം വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ഇല്ലേ, പ്രകൃതി സംരക്ഷണ സമിതി ഇതേ ആവശ്യമായി നേരത്തെ രംഗത്ത് വന്നിട്ടുണ്ട്. വയനാട്ടിലെ ചെറിയ സംഘടനകൾ, വലിയ സംഘടനകൾ, ചെറിയ സംഘടനകളൊക്കെ തന്നെ മൂവ് ചെയ്ത് തുടങ്ങി. ആദിവാസികളും ആ നിലയിൽ കടന്നു വരും എന്ന് തന്നെയാണ് തോന്നുന്നത് ഈ സംഭവത്തോടു കൂടി. അപ്പോൾ ഈ മേഖലയിൽ ഭൂപരിഷ്കരണം കൊണ്ടുവന്നത് ഞാൻ നേരത്തെ EMSന്റെ ആ കാഴ്ചപ്പാടിലുള്ള ജന്മി ജാതി നാടുവാഴിത്ത വ്യവസ്ഥ നിലനിന്നിരുന്ന ഭൂപ്രദേശങ്ങളിലാണ്. അതിന് പുറത്തു പോയി തോട്ടം മേഖല. അപ്പോൾ 70കളിൽ ഭൂപരിഷ്കരണം നടന്നതിന് ശേഷം പിന്നീട് തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ് കേരളത്തിൽ കടന്നു വരുന്നത്. അത് വ്യവസായ തൊഴിലാളികൾ, പരമ്പരാഗത തൊഴിലാളികൾ, ഇതിൽ തോട്ടം തൊഴിലാളികളെ ഉൾപ്പെടുത്തിയെങ്കിലും തോട്ടം ഉടമകളും ഈ പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു വലിയ അടുപ്പം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു രഹസ്യ ബന്ധം കേരളത്തിലുണ്ടായി. അപ്പോൾ തോട്ടം തൊഴിലാളികൾക്ക് ചെറിയ കൂലി വർധനവിന് അപ്പുറത്തേക്ക് തോട്ടം തൊഴിലാളികളുടെ ജീവിതാവസ്ഥ മാറ്റി തീർക്കുന്ന ഒരു ആധുനിക തൊഴിലാളിയാക്കി അതിനെ മാറ്റി എടുക്കുന്നതിനോ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അത് തോട്ടം ഉടമകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാം. അപ്പോൾ ഈ അടിമത്ത ജോലിയിൽ നിന്ന് മോചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ട്രേഡ് യൂണിയൻ സംവിധാനം അവിടെ ഉണ്ട്. നമ്മളിപ്പം നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ തൊഴിലാളികളായി മാറണം, അതിനൊരു പരിഷ്കരണം നടക്കണം. ആ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ രൂപപ്പെടുത്തുകയും അത് തൊഴിലാളി വർഗത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതൃത്വം ഉണ്ടാവുകയും ചെയ്യണം. എനിക്ക് തോന്നിയിട്ടുള്ളത് 70കളിൽ വളരെ ശക്തമായിരുന്നത് AITUC യൂണിയനാണ്, CPIയുടെ യൂണിയനാണ് ഏറെക്കുറെ എല്ലായിടത്തും. അന്ന് CPI സ്വീകരിച്ചൊരു സമീപനം കൃത്യമായി തോട്ട ഉടമകളുടെ അനുകൂല സമീപനമായിരുന്നു. കേരളത്തിലെ ഈ തോട്ടങ്ങൾ ഈ രൂപത്തിൽ രൂപപ്പെടുത്തിയെടുത്തതിൽ വലിയ പങ്ക് CPI എന്ന് പറയുന്ന പാർട്ടിക്കും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 70കൾക്ക് ശേഷം റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്തത് അവരാണ്. ഈ ലാൻഡ് ബോർഡുകൾ, താലൂക്ക് ലാൻഡ് ബോർഡുകൾ കൈകാര്യം ചെയ്തതാണ്. സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് അവരെ കയ്യിലായിരുന്നു. ഇതെല്ലാം തന്നെ ഒരു സംവിധാനത്തിൽ ഈ തോട്ടം ഉടമകളെ തോട്ടം ഏതാണ്ട് മറ്റാവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കുന്ന തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനത്തിന് എല്ലാം സഹായം ചെയ്തത് ഈ CPIയും അതിൻ്റെ റവന്യൂ വകുപ്പിനും വലിയ പങ്കുണ്ട്. അപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഇടതുപക്ഷം ഒരു പരിഷ്കരണം കൊണ്ടുവന്നു, വലതുപക്ഷം അതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് അല്ലേ. കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ ഇടതുപക്ഷം ഒരു പരിഷ്കരണത്തിന് തയ്യാറായില്ല. തോട്ടം മേഖലയിൽ തൊഴിലാളി യൂണിയൻ അവരുടേതാണ്. അവിടുത്തെ ഉടമസ്ഥരുമായിട്ട്
ചർച്ച ചെയ്ത് ഒരു പരിഷ്കരണം അവരുടെയിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷം ഒരിക്കലും തയ്യാറല്ല, വലതുപക്ഷം ഒരിക്കലും തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് അവർ അടിമ തൊഴിലാളികളായി തന്നെ അവിടെ നിൽക്കുന്നു. ഇപ്പം പിന്നെ നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു കേന്ദ്രം കൂടിയായി അത് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു സ്ഥലമാണ്. ശക്തമായ ചൂഷണം, അല്ലേ? എല്ലാ വിധത്തിലുള്ള ചൂഷണവും, അധ്വാനത്തിൽ നിന്ന് മാത്രമല്ല എല്ലാ വിധത്തിലുള്ള ചൂഷണവും നിലനിൽക്കുന്ന കേരളത്തിലെ ഒരു അടിമത്തം നമ്മൾ നിരോധിച്ചെങ്കിലും തോട്ടം മേഖലയിൽ അടിമത്തം നിലനിൽക്കുന്നു എന്നതാണ് മൂന്നാറായാലും മറ്റ് വയനാടായാലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അതിനെതിരായി ഇടതുപക്ഷം ശബ്ദിക്കുന്നില്ല എന്നതാണ് കേരളം നേരിടുന്ന പ്രതിസന്ധി. വയനാട്ടിലെ തോട്ടങ്ങൾക്ക് പട്ട ആണ് കൊടുത്തിട്ടുള്ളത്, പട്ടയം അല്ല. ഇപ്പോൾ കുടിയാന്മാർക്ക് കൊടുത്തിരുന്ന പട്ടയമല്ല, പട്ട ആണ്. പട്ട എന്ന തമിഴ് വാക്കിൽ ലീസാണ്. അത് 1 വർഷ ലീസാണ്. എന്ന് വെച്ചാൽ 1 വർഷത്തേക്ക് വാടകയ്ക്ക് അല്ലെങ്കിൽ വാടകപ്പാട്ടം അടയ്ക്കുന്നതിന് ബ്രിട്ടീഷ് കമ്പനികൾക്ക് കൊടുത്തിരുന്നു. അവർ ഓരോ വർഷവും പട്ട പുതുക്കിയിരുന്നു. പാട്ടമല്ല, പട്ട പുതുക്കിയിരുന്നു. ഇപ്പം എനിക്ക് തിരുനെല്ലിയിൽ എസ്റ്റേറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു എസ്റ്റേറ്റ് ഇപ്പോഴും വിദേശ തോട്ടമായി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഫെറ നിയമം അനുസരിച്ച് ഓരോ വർഷവും കേന്ദ്ര ഗവൺമെൻറ്റിന് നോട്ടീസ് കൊടുത്ത് സായിപ്പ് നിലനിർത്തിക്കൊണ്ടു പോകുന്നുണ്ട് തിരുനെല്ലിയിൽ. ഇത് ഓരോ വർഷവും ആ ലീസ് പുതുക്കുകയാണ്. ഇവരെല്ലാം ഈ പട്ട ഉപയോഗിച്ച് വ്യാജ ആധാരം നിർമ്മിച്ചിട്ടാണ് ഈ ഉടമസ്ഥത നിലനിർത്തിയിരിക്കുന്നത്. പിന്നെ വയനാട്ടിൽ ഈ ഭൂമി നഷ്ടപ്പെട്ട ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾ കുറച്ചുകൂടി അറിവുള്ളവരും ചോദ്യം ചെയ്യാൻ ശേഷിയുള്ളവരും നിരന്തരം ചോദ്യം ചെയ്യുന്നവരുമായിരിക്കും. ഇപ്പം തന്നെ കരട് ലിസ്റ്റാണ് വന്നത്, 2ാമത്തെ ലിസ്റ്റ് വരുമ്പോൾ എല്ലാം പരിഹരിക്കും എന്നൊക്കെ മന്ത്രി പറയുമ്പോഴും ആ ലിസ്റ്റിനെ ചോദ്യം ചെയ്യാൻ ആളുണ്ടായി. അതൊക്കെ ഒരു പുതിയ പ്രവണതയാണ്. പ്രത്യേകിച്ചും വയനാട്ടിൽ ഈ ദുരന്തത്തിൽപ്പെട്ടവർ ഒരു സംഘടിത വിഭാഗമായി നിൽക്കുന്നുണ്ട്. അവർക്ക് ചോദ്യം ചെയ്യാനുള്ള ശക്തിയുണ്ട്. ഗവൺമെൻറ്റിനെ എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണ്. ഇനി ഉദ്യോഗസ്ഥർ അഴിമതി കാണിക്കുന്നെങ്കിൽ അവരെ പിടിച്ചു നിർത്തുക എന്നതാണ്. അതൊക്കെ ചിലപ്പം വയനാട് പുനരധിവാസത്തിൽ സംഭവിച്ചേക്കാം. ഈ ഓരോ ഘട്ടത്തിലും വയനാട്ടിലുള്ള പൊതുപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഇത് ദുരന്തത്തിന് ഇരയായവരും ചേർന്നൊക്കെയുള്ള ഒരു സോഷ്യൽ ഓഡിറ്റ് സംവിധാനം സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇരകളായവരിൽ ആർക്കെങ്കിലും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ ഈ സോഷ്യൽ ഓഡിറ്റ് സംവിധാനം ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രം ഇതെല്ലാം ചുമതലയേൽപ്പിച്ചാൽ അതിൽ കാര്യമായ അഴിമതി നടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ രാഷ്ട്രീയക്കാരും പലപ്പോഴും അതിനൊക്കെ കൂട്ടുനിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു സോഷ്യൽ ഓഡിറ്റ് സംവിധാനം ഈ പുനരധിവാസത്തിൽ ആവശ്യമാണ്. അതല്ലെങ്കിൽ ജനങ്ങൾ തന്നെ ഒരു സോഷ്യൽ ഓഡിറ്റിന് ഒരു സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട് വയനാട്ടിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്.